താലന്റുകളുടെ ഉപമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് തറയിൽ പിതാവ് പറഞ്ഞു. ഇന്നത്തെ ക്രൈസ്തവന്റെ ജീവിതത്തിൽ ബൈബിളിലെ താലന്റുകളുടെ ഉപമ ഒത്തിരി പ്രസക്തിയുള്ളതാണ്. തറയിൽ പിതാവ് താലന്റുകളുടെ ഉപമ അടിസ്ഥാനമാക്കി നടത്തിയ പ്രസംഗം. നമ്മുടെയൊക്കെ സുറിയാനി കത്തോലിക്ക കുടുംബങ്ങളെ കുറിച്ച് ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ എനിക്കൊരു കത്തെഴുതി. എന്താണ് അതിൽ പറയുന്നത്? പിതാവേ, നമ്മുടെ പല കുടുംബങ്ങളിലും സഹോദര സ്നേഹമില്ല, കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇതുങ്ങൾ തമ്മിൽ പ്രായമായി കഴിയുമ്പോൾ സ്വത്തിന്റെ പേരിൽ വഴക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്ത് ഉള്ളതെല്ലാം വിറ്റ് നശിപ്പിച്ച് എങ്ങോട്ടൊക്കെ പോയി വാശിയും വെറുപ്പും വിരോധവുമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമൂഹം നശിച്ചില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. കുറച്ചൊക്കെ വാസ്തവമുണ്ടെന്ന് എനിക്ക് തോന്നി. വലിയ വലിയ ബിസിനസ് കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു കത്തോലിക്കർക്ക്. എന്തിയെല്ലാം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കേസും കൊടുത്ത് വഴക്കും പിടിച്ച് ഉള്ള സ്വത്തെല്ലാം തുണ്ടുകളായിട്ട് വീതിച്ചെടുത്ത് അതെല്ലാം കണ്ടവർക്ക് വിറ്റ് എങ്ങനെങ്കിലുമൊക്കെ കാശ് മേടിച്ച് അത് കൊണ്ടുപോയി വല്ല ഗുണമുള്ള കാര്യം ചെയ്തോ അതുമില്ല, അതെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് ഇങ്ങനെയൊക്കെ നമ്മളങ്ങ് കളഞ്ഞു. ആളോഹരി ഏറ്റവും കൂടുതൽ സ്വത്തുണ്ടായിരുന്ന നസ്രാണിക്ക് ഇന്ന് ആളോഹരി കടത്തിന്റെ കാര്യത്തിലാണ് ഒന്നാം സ്ഥാനം. കടമാണ്, എല്ലാ ബാങ്കിലും കടമാണ്. അപ്പൊ നമുക്ക് നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് മക്കളെ കഴിവുണ്ട്, കർത്താവ് കഴിവ് തന്നിട്ടുണ്ട്, ആ കഴിവ് നീ ഇരട്ടിപ്പിക്കണം. ഏത് മേഖലയിലാണ് നിനക്ക് കഴിവുള്ളതെങ്കിലും നീ ഇരട്ടിപ്പിക്കണം. നമ്മുടെയൊക്കെ ചില അപ്പന്മാര് ചെയ്ത വലിയ തെറ്റെന്താണെന്നറിയാവോ? അവരൊത്തിരി പണമൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് മക്കളെ അധ്വാനിക്കാൻ പഠിപ്പിച്ചില്ല. മക്കളെ നല്ല സുഖിമാന്മാരായിട്ട് പഠിപ്പിച്ചു. ഈ സുഖിമാന്റെ ഒരു സ്വഭാവമുണ്ട്, അവനുള്ളതെല്ലാം നശിപ്പിക്കും. അവന് സുഖമായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. അവൻ അപ്പന്റെ അധ്വാനിക്കുന്ന മനസ്സൊന്നും അവൻ കണ്ടിട്ടില്ല. അവൻ ആ മനസ്സിനോട് അവൻ ഒരു സ്നേഹവും ഇല്ല. അധ്വാനിച്ച് പണം ഉണ്ടാക്കിയ അപ്പന്മാര് കാണിച്ച ഏറ്റവും വലിയ തെറ്റ് മക്കളെ അധ്വാനിക്കാൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അപ്പൻ ഉണ്ടാക്കിയതെല്ലാം മക്കൾ നശിപ്പിച്ച് നല്ല ഗംഭീരമാക്കി തരും. എന്നിട്ട് നമ്മളെല്ലാം എവിടേക്കെങ്കിലുമൊക്കെ വിദേശത്തെല്ലാം പോയി വേരുകളില്ലാതെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താലന്തുകളുടെ ഉപമ ഗൗരവമായിട്ട് എടുക്കണം. നമുക്ക് ദൈവം തന്നിലുള്ള സിദ്ധികളും കഴിവുകളും വളർത്തിയെടുക്കണം. അങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമ്പോൾ ദൈവം നമ്മളെ അങ്ങ് അനുഗ്രഹിക്കുകയാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ഇത്രയും പള്ളികളും ഇത്രയും നൊവേനകളും ഇത്രയും പെരുന്നാളുകളും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് നമ്മുടെ കാർന്നോന്മാർ എന്നെ അധ്വാനികളായിരുന്നു. കുട്ടനാട്ടില് കായൽ നികത്തിയാണ് ആശാന്മാര് കൃഷി ചെയ്തത്. കായൽ നികത്തി അന്നത്തെ കാലത്ത്. മലബാറിൽ പൊന്നു വിളയിച്ചത് മുഴുവൻ നമ്മുടെ ഈ മധ്യ കേരളത്തിൽ നിന്ന് പോയ അച്ചായന്മാരാണ്. എന്നോ അധ്വാനമായിരുന്നു അവര്. മലയോര പ്രദേശങ്ങളിലേക്കെല്ലാം കുടിയേറി കൃഷി ചെയ്ത് അതെല്ലാം വളർത്തിയെടുത്തത് നമ്മുടെ ആൾക്കാരാണ്. എന്തൊരു ധൈര്യമായിരുന്നു ജീവിക്കാൻ അവർക്ക്. അവർക്കൊന്നും ആളാമ്പ്രതി ബൈബിൾ ഇല്ലെന്ന്, ഇത്രയും ബൈബിൾ വായിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഞായറാഴ്ച പള്ളി ചെല്ലുമ്പോൾ സുറിയാനി കുർബാനയാണ്. അതിനകത്ത് എങ്ങാനും വല്ലോ വചനവ്യാഖ്യാനവും ഒക്കെ മലയാളത്തിൽ കിട്ടിയെങ്കിലായി. പക്ഷെ ആ കിട്ടിയത് വെച്ച് അലസത പാപമാണെന്ന് കാർന്നോന്മാർക്ക് ഒരു ബോധം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ സുഖിമാന്മാരുടെ വിശ്വാസീകരണമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാം സുഖമായിട്ട് ജീവിക്കാൻ, മാതാവേ സുഖമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇടയാണ്, ഒരു കഷ്ടപ്പാട് ജീവിതത്തിൽ വരുത്തരുതേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഷ്ടപ്പാടുകളെ നേരിടാനുള്ള, വെല്ലുവിളികളെ നേരിടാൻ ധൈര്യമില്ലാത്ത ഒരു സമൂഹമായിട്ട് പലപ്പോഴും മാറുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച താലന്തുകൾ നമ്മൾ തിരിച്ചറിയണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാനല്ല കർത്താവ് നമ്മളോട് പറയും. നമുക്ക് പലതും കർത്താവ് തന്നിട്ടുണ്ട്. അത് കണ്ടെത്തണം. അത് കണ്ടെത്തി നന്ദി പറയണം. ദൈവമേ, ഇത്രയെങ്കിലും തന്നിട്ടുണ്ടല്ലോ എന്നോർത്ത് നന്ദി പറഞ്ഞ് അത് ഇരട്ടിയാക്കണം, അധ്വാനിക്കണം. എനിക്ക് ആ 2 താലന്ത് കിട്ടിയവനാണ് ഏറ്റവും ഇഷ്ടം. അതെന്താ അറിയാം? അവന് വേണമെങ്കിൽ പരാതിയും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തുവാ കണ്ടോ, അവൻ 5 കൊടുത്തു, എന്നോട് അയാൾക്ക് സ്നേഹമില്ല, ഇയാൾ ദുഷ്ടന, എല്ലാവർക്കും ഒരുപോലെ തരണ്ടേ, ഇത് പക്ഷാഭേദവാ എന്നൊന്നും പറഞ്ഞില്ല. അവൻ മര്യാദയ്ക്കുണ്ട്. എനിക്ക് 2 കിട്ടിയത് ഓർത്ത് നന്ദിയും പറഞ്ഞ് അത് ഇരട്ടിച്ചു. കിട്ടാത്തതിനെ ഓർത്ത് കരഞ്ഞില്ല, കിട്ടിയതിനെ കണ്ടെത്തി. നമ്മളൊക്കെ ആണെങ്കിലും കിട്ടിയ നന്മകളൊക്കെ മറന്നു പോകുന്നുണ്ട് സഹോദരങ്ങളെ. കിട്ടാത്ത നന്മകളെല്ലാം കൃത്യം ഓർത്തിരിപ്പുണ്ട്. അതിനു വേണ്ടിയിട്ട് കൃത്യം പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് ടെൻഷൻ അടിച്ച് മരിച്ചു പോവുക നമ്മള്. ഒത്തിരി നന്മകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നന്ദി പറഞ്ഞാൽ ഇരട്ടിക്കും. അങ്ങനെ ഒരു വലിയ ചിന്തയാണ്, സന്ദേശമാണ് താലന്തുകളുടെ ഉപമ നമുക്ക് നൽകുന്നത്.
അത് സ്വീകരിച്ച് നല്ല കഠിനാധ്വാനികളാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.